തിരുവല്ല ഫൈറ്റേഴ്സിന്റെ ചുണക്കുട്ടനായ രാഹുലിത അവസാന ഘട്ടത്തിലെ പോരാട്ടത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. ചങ്ങനാശ്ശേരി ബ്ലാസ്റ്റേഴ്സിന്റെ തോമസ് തനിക്ക് ഇതൊന്നും പുത്തരിയല്ല എന്ന ഭാവത്തിൽ ബോളിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മത്സരം ഇതാ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു. തനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന ഭാവത്തിൽ തോമസും ഗോളടിച്ച് താൻ പുറത്തു പോകും എന്ന ഭാവത്തിൽ രാഹുലും ഇതാ തുടങ്ങിക്കഴിഞ്ഞു. എടാ ശരിക്കും നോക്ക്. എടാ ഇവന്റെ 2 പല്ല് പൊട്ടിയിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഡെന്റിസ്റ്റ് അല്ലേ? ഇവിടെ വന്നിട്ടില്ലേ? ഒന്ന് വിളിക്കാവോ? ആ ദാ നിന്റെ അച്ഛൻ. എന്താ പറ്റിയേ? നോക്കട്ടെ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. 2 പല്ലിന് പൊട്ടലുണ്ട്. ഒരു പല്ലിന് ചെറിയ പൊട്ടലേ ഉള്ളൂ. ആ പല്ലിൻ്റെ കളറിലെ മെറ്റീരിയൽ വെച്ച് അത് അടച്ചാൽ മതി. മറ്റേ പല്ലിന് മുറിവ് ഇച്ചിരി ആഴത്തിലുള്ളതുകൊണ്ട് സാധാരണ രീതിയിൽ അടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഇപ്പം മറ്റു മുറിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് പോയാൽ മതി. നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കുറെ നേരമായാലും ഇരിക്കുന്നു. ഇപ്പം വിളിക്കായിരിക്കും. നല്ല തിരക്കുള്ള ഡോക്ടർ. തോമസ് വരൂ. ഹാ ഇരിക്കി. ഇപ്പം എങ്ങനെയുണ്ട് തോമസേ? വേദന കുറവുണ്ടോ? കുറവുണ്ട് ഡോക്ടർ. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അന്ന് പറഞ്ഞതുപോലെ പല്ലിന് 3 ഭാഗങ്ങളുണ്ട്: ഇനാമൽ, ഡെന്റിൻ ആൻഡ് പൾപ്പ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. പല്ലിൽ പൊട്ടലുണ്ടായാൽ ഇനാമലും ഡെന്റൈനും പൊട്ടി രക്തക്കുഴലുകളും ഞരമ്പും അടങ്ങുന്ന പൾപ്പിലെത്തുന്നു. പൊട്ടിയ ഭാഗം നീക്കം ചെയ്തതിനു ശേഷം പൾപ്പ് നീക്കം ചെയ്യുന്നു. അതിനുശേഷം വേരിൻ്റെ ഉൾവശം ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യുന്നു. ശേഷം ബലത്തിനും ദീർഘകാലം നിലനിൽക്കുന്നതിനുമായി മെറ്റൽ പോസ്റ്റും കോറും പല്ലിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നു. ഇതിനു മുകളിൽ പല്ലിൻ്റെ നിറത്തിലുള്ള ക്യാപ്പിടുന്നു. ഇത് കൊള്ളാമല്ലോ ഡോക്ടർ. പല്ലെടുത്ത് കളയണ്ടല്ലേ അപ്പോൾ? എന്ന് കരുതി പല്ലെല്ലാം പൊട്ടിച്ചിട്ട് വരല്ലേ? ഇല്ല ഡോക്ടർ. പിന്നെ ഡോക്ടർ, ആ എൻ്റെ അച്ഛന് കുറേ നാളായി പല്ലിന് നല്ല പുളിപ്പ്. ആണോ? ഓ, നമുക്ക് നോക്കിക്കളയാം. അച്ഛനും മോനെപ്പോലെ ഫുട്ബോൾ പ്ലെയർ ആണോ? അല്ല, കുറച്ചു നാളായിട്ട് തണുത്ത വെള്ളം കുടിക്കുമ്പോഴും സ്വീറ്റ്സ് കഴിക്കുമ്പോഴും പല്ലിന് നല്ല പുളിപ്പാ. ശരി, ഇങ്ങോട്ടിരിക്കൂ. മോണരോഗം കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മോണ താഴ്ന്നിട്ട് വേര് പുറത്ത് കാണുന്നുണ്ട്. അമർത്തിയാണോ പല്ല് തേക്കണേ? ഡോക്ടറെ, ഒത്തിരി നേരം അമർത്തിയാണ് ബ്രഷ് ചെയ്യുന്നത്, എന്നിട്ടും പുളിപ്പാ. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കുറേ നേരം അമർത്തി തേച്ചാൽ പല്ലിന് നല്ലതാന്ന്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. പല്ല് അമർത്തി തേക്കുമ്പോൾ പല്ലിൻ്റെ പുറംഭാഗമായ ഇനാമൽ ഭാഗം തേഞ്ഞു പോയിട്ട് മോണരോഗം സംഭവിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ട് 2-3 മിനിറ്റ് മേലോട്ടും താഴോട്ടും
നേരിയ രീതിയിൽ ബ്രഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. മോണരോഗം കാരണം മോണ താണിട്ട് വേര് പുറത്തേക്ക് വരികയും തേയ്മാനവുമാണ് പല്ലിൻ്റെ പുളിപ്പിൻ്റെ കാരണം. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? മോണയോട് ചേർന്നുള്ള ഭാഗത്ത് പല്ലിൻ്റെ ഇനാമലിന് തേയ്മാനം ഉണ്ടെങ്കിൽ പല്ലിൻ്റെ കളറുള്ള മെറ്റീരിയൽ വെച്ച് കോമ്പസിറ്റ് ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് നമുക്ക് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ തമ്മിൽ കടിക്കുന്ന ഭാഗത്ത് തേയ്മാനമുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ അത് അടയ്ക്കാൻ പറ്റില്ല. അത് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്യേണ്ടി വരും. അത്രയ്ക്കൊന്നും ഇവിടെ ചെയ്യണ്ടല്ലോ. ഞാൻ മൊത്തം പറഞ്ഞില്ലല്ലോ. മോണരോഗം ഒരു വലിയ പ്രശ്നമല്ലേ? നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് പല്ലിലെ കറയും അഴുക്കും എടുത്തു കളഞ്ഞ് മോണവീക്കം കുറച്ച് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. കുറച്ച് സമയമെടുക്കും ഇതിന്. എങ്കിലേ മോണരോഗ ചികിത്സയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. പുളിപ്പ് മാറാൻ തൽക്കാലത്തേക്ക് ഞാനൊരു പേസ്റ്റ് കുറിച്ച് തരാം. അത് വാങ്ങി തേക്കുക. ഇത് പുളിപ്പ് കുറയാൻ സഹായിക്കും. ശരി. ഇന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആ പേസ്റ്റ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പല്ലടയ്ക്കുക. ശരി. നിങ്ങളുടെ പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ദന്തവിദഗ്ധനെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. പൊട്ടൽ മജ്ജയോട് എത്തിയിട്ടുണ്ടെങ്കിൽ സാധാ രീതിയിൽ അടയ്ക്കാവുന്നതാണ്. മജ്ജയോട് ചേർന്നാൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. മോണരോഗം കാരണം മോണ താഴുക, തെറ്റായ ബ്രഷിംഗ് മൂലം മോണയോട് ചേർന്നുള്ള ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുക, ചവയ്ക്കുന്ന പ്രതലത്തിൽ സംഭവിക്കുന്ന തേയ്മാനവും പുളിപ്പിന് കാരണമാകുന്നു. ഇതിന് പല്ലിൽ നിന്ന് അണുക്കൾ നീക്കം ചെയ്യുക, അടയ്ക്കൽ, പുളിപ്പിനുള്ള ടൂത്ത് പേസ്റ്റ്, പല്ലിന് ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ചെയ്യുന്നത് വഴി പുളിപ്പ് ഒഴിവാക്കാവുന്നതാണ്.